പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നാമോളസഭ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നാം ഓരോരുത്തരും ഹൃദയമുള്ളവരാകണമെന്ന് ആ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെ വിശുദ്ധമുള്ള ഒരു ഹൃദയമായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം വസിക്കുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ തിരുഹൃദയങ്ങളായി മാറുവാനായിട്ട് സാധിക്കൂ. കാരണം തിരുഹൃദയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പൂർണ്ണമായ ഒരു ശൂന്യവൽക്കരണമാണ്. കർത്താവ് തന്റെ തിരുവിലാവിൽ നിന്ന് അവസാനത്തുള്ളിൽ വെള്ളവും രക്തവും ചിന്തി തന്റെ ഹൃദയം പൂർണ്ണമായും ശൂന്യമാണ്. അത് ഓരോ പാപിക്കും ഓരോ ദൈവത്തിന്റെ മകനും മകൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതുമെന്നും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഈ ബലിയർപ്പിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയം ഇതുപോലെ ദൈവത്തിന്റെ ഹൃദയം പോലെ വിശുദ്ധമുള്ളതാണോ എന്ന് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഉൾക്കൊള്ളുവാനായിട്ട് അവരുടെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കി അവന്റെ വേദനകളിൽ അവന് ആശ്വാസമാകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നാം ചിന്തിക്കണം. സ്നേഹം നിറഞ്ഞവരെ, ഓരോ ഹൃദയവും തിരുഹൃദയമായി മാറുമ്പോഴാണ് ഈ ലോകം സ്വർഗമായി മാറുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്തുവായി എനിക്കും നിനക്കും മാറുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളൊക്കെ തിരുഹൃദയങ്ങളാക്കി തിരുഹൃദയങ്ങളായി രൂപാന്തരപ്പെടുകയില്ല. ഇന്ന് കത്തോലിക്ക തിരുസഭയോടൊപ്പം തിരുഹൃദയത്തിന്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ അവരുടെ ഉൾക്കൊള്ളുവാൻ കഴിവുള്ള ഹൃദയങ്ങളായി മാറട്ടെ. അങ്ങനെ ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറട്ടെ. ഇന്ന് ഈ ബലിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പാപം ചോദിക്കാം. ദൈവത്തിന്റെ പരമപരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളൊക്കെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ സക്രാരികളായി മാറട്ടെ. അങ്ങനെ എന്റെയും നിന്റെയും ജീവിതം കാണുന്നവരൊക്കെ ഇനി മുതൽ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഇടയാക്കുവാനാകട്ടെ. ഈ ബലിയിൽ പങ്കുചേരുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ജീവിതങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തനം ചെയ്യാം. എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന നല്ലൊരു തിരുഹൃദയമായി മാറുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ വേദനയിൽ ആശ്വാസമാകുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളെയും പാപങ്ങളെയും ഓർത്ത് മനസ്തപിച്ച് കർത്താവിന് മുമ്പിൽ നമ്മുടെ പാപങ്ങളേക്ക് പറഞ്ഞുകൊണ്ട് ഈ ബലിയിൽ ഭക്തിയോടുകൂടി പങ്കുചേരുവാൻ നമുക്ക് നമ്മെ തന്നെ യോഗ്യരാക്കണം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നികുതിയായ പ്രശ്നമായോടും എല്ലാ കാലങ്ങളോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളാൽ നിർവേദിപ്പിക്കപ്പെട്ട അങ്ങേ പുത്രന്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ ആനന്ദനിധി ഞങ്ങൾക്ക് കാരുണ്യപൂർവ്വം പ്രദാനം ചെയ്യുവാൻ തിരുവുള്ളമാകണമേ. അങ്ങനെ ഞങ്ങളുടെ ഭക്തിയുടെ സ്നേഹാദരങ്ങൾ അവിടത്തേക്ക് നൽകി അനുയുക്തമായ പാപപരിഹാരത്തിന്റെ ശുശ്രൂഷ ഞങ്ങൾ പ്രകടമാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ
കർത്താവിന്റെ കാലം അവിടെ തൊട്ടുകളെ ഉണ്ടായിരിക്കും. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും കാണിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാലം അവിടെ തൊട്ടുകളെ ഉണ്ടായിരിക്കും. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാലം അവിടെ തൊട്ടുകളെ ഉണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിലും നാം പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മെ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മെ പൂർണ്ണമാക്കുകയും ചെയ്യും. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരുന്നില്ല. നാം ദൈവത്തിലും ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് കണ്ടാൽ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന ഏറ്റുപറയുന്നവന് ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവത്തിൽ നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ എന്റെ പുസ്തകം പഠിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ കർത്താവിൽ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എന്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ ദുഃഖം വഹിക്കുവാൻ എളുപ്പമുള്ളത്, ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിന്റെ സുവിശേഷം. ആമുഖത്തില് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നിങ്ങളൊക്കെ ഹൃദയങ്ങളുള്ളവരാണ് ദൈവത്തിലിരിക്കുന്നവരൊക്കെ. നിങ്ങളോടാണ് ചോദ്യം, കേട്ടിട്ടാണെന്ന് വിശ്വസിക്കുന്നു.
ഈ ദേവാലയത്തിലിരിക്കുന്ന നിങ്ങളൊക്കെ ഹൃദയമുള്ളവരാണ്. ആണോ? ഉറപ്പാണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇരിക്കുന്നവർക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ? മൗനത്തിന് അർത്ഥമില്ല. കാരണം മൗനം സമ്മതമെന്നാണ് പറയുന്നത്. മൗനത്തിനർത്ഥം ഞങ്ങൾക്ക് ഹൃദയമില്ല എന്നാണ്. ഹൃദയമുണ്ട് എന്നാണ്. അതിനും മൗനം. ഹൃദയമുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ഹൃദയം? ഇവിടെ ഇരിക്കുന്നവർക്ക് ഹൃദയമുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ഹൃദയം? കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് എവിടെയാണ് ഹൃദയം? ഇവിടെ ഇരിക്കണം. അകത്തായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങൾ അകത്തിരിക്കുന്നത്? കർത്താവിന്റെ ഹൃദയത്തിന്റെ ഫോർമുലകൾ കണ്ടിട്ടുണ്ടോ? രൂപം കണ്ടിട്ടുണ്ടോ? ചില ഭവനങ്ങളിലൊക്കെ പ്രതിഷ്ഠയായിട്ട് കുടുംബത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഏറ്റവും മതിയായി ലഭിക്കുന്ന രൂപമാണ് ഏത്? കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ രൂപം. ആ രൂപത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും മൗനമായതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. മറ്റൊന്നുമല്ല, അതിന്റെ ഹൃദയം പുറത്താണ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഈശോയുടെ ഹൃദയത്തിന് രൂപപ്പെടുത്തി നോക്കുക. ഈശോയുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ഈശോയുടെ ഹൃദയം കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ ഈ മധ്യഭാഗത്തായിട്ട് അവിടെ പുറത്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈശോയുടെ തിരുഹൃദയമാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? അകത്തോ പുറത്തോ? അകത്താണ്. കാരണം നമ്മുടെ ഹൃദയങ്ങൾ പുറത്ത് കാണിക്കുവാൻ കൊള്ളാത്ത ഹൃദയങ്ങളായതുകൊണ്ടാണ് എന്ത് പറ്റിയത്? നമ്മുടെ ഹൃദയങ്ങളൊക്കെ അകത്തായിരിക്കുന്നത്. ചിലപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. അവന് അല്ലെങ്കിൽ അവളൊരു ഹൃദയമില്ലാത്തവനാണ്, ഒരു ഹൃദയമില്ലാത്തവളാണ് കേട്ടിട്ടുണ്ടാകുന്നത്. കാരണം എന്താണ്? നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്ന് പുറത്തെടുത്ത് കാണിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയമൊക്കെ പുറത്തെടുത്ത് കാണിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല. പലപ്പോഴും നമ്മുടെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്റെ ജീവിതത്തില്, എന്റെ ഭവനത്തില് ഞാൻ സ്നേഹിക്കുന്ന ഈശോയുടെ ഹൃദയം പുറത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്റെ ഹൃദയം അകത്തിരുന്നുകൊണ്ട് ആ ഹൃദയത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കാത്തത്? ഞാനും നിങ്ങളൊക്കെ പറയാറുണ്ട്, ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ്, ഇല്ലേ? ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകരുടെ മുൻപിൽ, കുടുംബത്തിന്റെ മുൻപിൽ നെഞ്ചത്തെ കൈവശമേ പറയാറുണ്ട് അഭിമാനത്തോടുകൂടി, ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. എന്നാൽ പ്രവൃത്തികളൊക്കെ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ പോലെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രവൃത്തികളായി മാറുന്നുള്ളൂ എന്ന് കൂടി നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനും നീയുമൊക്കെ ക്രിസ്ത്യാനി എന്ന് എണ്ണപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ മകനും മകളുമെന്ന് വിളിക്കപ്പെടണമെങ്കിൽ, മറ്റുള്ളവരുടെ മുൻപിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാം. അസീസിയിലെ ഒരു തെരുവില് ഒരു നാടകം നടക്കുകയാണ്. തെരുവ് നാടകം. ആ നാടകത്തിൽ പ്രധാന വേഷം ധരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യ കഥ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പീഡാനുഭവമാണ്. ഒരുപാട് പേര് നാടകം കാണുവാനായിട്ട് തടിച്ചുകൂടിയിട്ടുണ്ട്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായമേറിയവരുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കാണുകയാണ്. അപ്പോഴാണ് പടയാളികൾ യേശുവിനെ കയ്യൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുവന്നുകൊണ്ട് യേശു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നില്ല. ചമ്മട്ടി അടിച്ച് യേശുവിന്റെ മേലിൽ നിന്ന് മാംസമൊക്കെ തെറിക്കുന്നുണ്ട്, രക്തം തെറിക്കുന്നുണ്ട്. എല്ലാവരും വീർപ്പുമുട്ടോടുകൂടി കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നെടുവേർപ്പെടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് നാടകം വളരെ മനോഹരമായി അവസാനിച്ചു. നാടകത്തിൽ അഭിനയിച്ചതെല്ലാവരും അവരുടെ അണിയറയിലേക്ക് പോയി വസ്ത്രങ്ങളൊക്കെ മാറ്റിവെക്കുവാനായിട്ട്. അപ്പോഴാണ് ഒരു പമനൻ നമ്മളോട് ഓടിച്ചത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണുവാനായിട്ട്. അണിയറയിൽ ചെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച പ്രകാരമായിരുന്നു. കുറച്ചു മുൻപ് യേശുവായി വേഷമണിഞ്ഞ് അല്ലെങ്കിൽ അഭിനയിച്ച ആ മനുഷ്യൻ അവിടെ മാറി നിന്നുകൊണ്ട് കൂട്ടുകാരോടൊപ്പം സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ആ ബാലൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ അവൻ ആ ദൈവത്തോട് ചോദിച്ചു, നിങ്ങളല്ലേ അല്പം മുൻപ് യേശുവായി ഞങ്ങളുടെ മുൻപിലേക്ക് കടന്നു വന്നത്? നിങ്ങളിലെ അല്പം മുൻപ് പടയാളികളായ ഇവർക്ക് പഠിക്കുകയും നിങ്ങളുടെ ദേഹത്തിൽ നിന്നും ചോരയൊക്കെ ഒഴുകുകയും ചെയ്തതെന്ന്. അപ്പോൾ യേശുവായി അഭിനയിച്ച ആ മനുഷ്യൻ ഈ ബാലനോട് പ്രകാരം പറഞ്ഞു, മകനെ, അത് ഒരു നാടകമായിരുന്നു. അത്
അഭിനയമായി തീർന്നത്. ഈ ബാലൻ കേട്ടുകൊണ്ട് അവിടെ തിരിഞ്ഞ് നടന്നപ്പോൾ അവന്റെ മനസ്സിൽ അവനെ പ്രകാരം കുറിച്ച് വെച്ചു, എന്റെ ജീവിതം ഒരു അഭിനയമല്ല. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറേണ്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മകഥ ചെയ്തുകൊണ്ട് അനുയായിയിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അറിയപ്പെടുന്നത് അവന്റെ പേര് രണ്ടാം ക്രിസ്തു എന്നാണ്. അതാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തു നിനക്കൊരു അനുഭവമായി മാറുമ്പോൾ മാത്രമേ ക്രിസ്തുവായി നിനക്ക് മാറുവാൻ സാധിക്കൂ. ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ചിന്തിക്കുക, ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ എന്ന്. പലപ്പോഴും ദിവ്യബലിയിൽ പങ്കുകൊള്ളാനും കുടുംബത്തിൽ നിന്ന് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിച്ചാലും ഒരു ക്രിസ്തുവിന്റെ അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുഗാമിയാകുവാനായിട്ട്, ക്രിസ്തു സാക്ഷിയാകുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും പല അച്ഛനും അമ്മച്ചിമാരുമായി പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ മക്കളൊക്കെ എന്നെ കേൾക്കാനല്ല, അവരൊക്കെ ഓഞ്ഞു വഴിക്കാണ് ജീവിക്കുന്നതെന്ന്. മക്കളെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, എന്റെ ജീവിതം എന്റെ മകനോ മകൾക്കോ എന്റെ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികൾക്കോ ഒരു മാതൃകയായിട്ട് നൽകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. പലപ്പോഴും നമുക്ക് പേടിയാണ്. നമുക്ക് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ അവനെ കണ്ടു പഠിക്കുക, അവളെ കണ്ടു പഠിക്കുകയല്ല. ഏതെങ്കിലും മാതാപിതാക്കൾ തന്റെ മക്കളോട് പറഞ്ഞു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇതിന്റെ അപ്പനെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ ഇതിന്റെ അമ്മയെ കണ്ട് പഠിക്കുകയല്ല. കാരണം എന്താണ്? നമ്മളുടെയൊക്കെ ജീവിതം മക്കൾക്ക് പോലും ഒരു മാതൃകയാക്കി കൊടുക്കുവാനായിട്ട് അവർക്ക് പേടിയാണ്. നമ്മുടെയൊക്കെ ജീവിതം കുടുംബത്തിലുള്ളവർക്ക്, മക്കൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനും നീയൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇത് തിരുഹൃദയത്തിലെ തിരുനാൾ. ഓരോ ഹൃദയവും യേശുവിന്റെ തിരുഹൃദയം പോലെ ശൂന്യവൽക്കരിക്കപ്പെടണമെന്നും ആ ഹൃദയത്തിലേക്ക് ഓരോ മക്കളെയും ചേർക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ഈ തിരുനാളിൽ നാം ഓരോരുത്തരും പങ്കുചേരുമ്പോൾ എന്റെ ജീവിതമൊക്കെ അവരുടെ മാതൃകയാക്കി കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നാം ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ട് ഒരു ക്രിസ്തുവായി മാറുവാനായിട്ട് സാധിക്കാത്തവരായി ഞാനും നിങ്ങളുമൊക്കെ മാറുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളൊക്കെ ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ശൂന്യമാക്കപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. ക്രിസ്തു തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടിയും തന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടിയും സ്വജീവിതം നൽകിക്കൊണ്ട് ഈ ലോകത്തോട് ഇടവാങ്ങിക്കൊണ്ട് വീണ്ടും നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ഉദ്ധാനം ചെയ്തവനാണ്. ഈ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ആ ക്രിസ്തുവിന് വേണ്ടി സ്നേഹത്തോടുകൂടി മറ്റുള്ളവരുടെ കുറവുകളും കഴിവുകളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കി നൽകുവാനായിട്ട് സാധിക്കും. ഇത് തിരുത്തപ്പെടേണ്ട തിരുനാളാണ്. നമ്മുടെ ജീവിതങ്ങൾ ഇനി മുതൽ പതിവർത്തനത്തിന്റെ ജീവിതങ്ങളായി മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥമായി ജീവിക്കുവാൻ നീയും ഞാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ അനുഭവമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ക്രിസ്തു അനുഭവമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അനുഭവിക്കുന്ന ക്രിസ്തുവിനെ അവരിടപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹൃദയം ഉള്ളിലാണ്, അത് ഇടിക്കുന്നുണ്ട്. അതിന്റെ സ്പന്ദനം എനിക്കും നിനക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ സ്പന്ദനം അവരും അറിയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഹൃദയത്തിൽ നിനക്ക് ജീവനെത്തിയ നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ യേശുവിന്റെ ഹൃദയം പോലെ വിശുദ്ധമായ ഹൃദയങ്ങളാകണമെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. കൂടെയുള്ളവരെ അറിഞ്ഞ് ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് സാധിച്ചാൽ മാത്രം മതി. നിന്റെ കുടുംബവും ഒരു തിരുക്കുടുംബം പോലെയായി മാറും. നിന്റെ ഹൃദയം ഒരു തിരുഹൃദയമായി മാറും. സ്നേഹം നിറഞ്ഞവരെ, ഈ ബലിയിൽ നമ്മെ തന്നെ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിതം ഒരു അനുഭവമായി മാറാതെ ജീവിതം ഒരു അനുഭവമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികളും വാക്കും എല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകരുന്ന, ക്രിസ്തുവിന് നൽകുന്ന പ്രവൃത്തിയും വാക്കുമായി മാറട്ടെ.
അപ്പോൾ ഞാനും നീയും സഞ്ചരിക്കുന്ന തിരുഹൃദയങ്ങളാൽ രൂപാന്തരപ്പെടും. ഈ തിരുനാൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറ്റിമറിക്കട്ടെ. എല്ലാവരും നമ്മെ അനുഭവിക്കുന്നവർ, നമ്മെ കാണുന്നവർ എല്ലാവരും ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ, ക്രിസ്തുവിനെ കാണുവാനുള്ള ഇടമായി നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറ്റപ്പെടട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സ്ഥലത്ത് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യദർശനങ്ങളെയും സൃഷ്ടാവകാശമായ പിതാവിനെ വിശ്വസിക്കുന്നു. ഏകകർത്താവ് ജാതനായ ദൈവപുത്രനും എല്ലാവർക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശവും സത്യത്തിന്റെയും സത്യത്തിന്റെയും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ അവളുടെ സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി നമുക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് അടക്കപ്പെട്ട് വിശ്വരീതിനനുസരിച്ച് മൂന്നാം ദിവസം ഉയരുകയും സ്വർഗ്ഗത്തിൽ ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യാവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവിതാവും പിതാവിനും പുത്രനും നിർവഹിക്കപ്പെടുന്നവരും പിതാവിനും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരും സംസാരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ പറയുകയും മനുഷ്യരെ ഉപകാരം ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ.
കർത്താവിന്റെ കാരുണ്യത്താലും പാപം ക്ഷമിക്കപ്പെട്ട് ദൈവിക സന്നിധിയിൽ ദൈവരാജ്യത്തിന് ആയിരിക്കുവാൻ ദൈവം അവർക്ക് ഇടം നൽകുവാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേക്കാരുണ്യത്തിന്റെ ക്ഷമിച്ചായിരിക്കുകയും അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ അനിവാർന്ന് ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ അവാച്യമായ സ്നേഹം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും സഭയുടെ അവകാശം നിർവഹിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട ലാഭിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകരെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാലം ചെയ്യുന്നവല്ലോ. ആകയാൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും കൂടി അഭിരാമം ഞങ്ങൾ അങ്ങേ പ്രകീർത്തിച്ച് പാടി സ്തുതിക്കുന്നു. Hosanna, Hosanna.
കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാക്കുന്നു. ആകയാൽ നീ ആത്മാവാൽ മഞ്ഞുകടൽപോലെ ഈ കാണികളുടെ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾ കാണും ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം വേണ്ടത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കണം. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായും ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വേണ്ടി വരാതവരെ അംഗീകാരം പ്രഖ്യാപിക്കുന്നു. അംഗീകാരത്തിന് പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും പ്രാർത്ഥനയാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കു ചെയ്യുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ അതിരുപധ്യക്ഷനായ മെത്രാനോടും അഭിമന്യ ക്രിസ്താസമെത്രാനോടും വൈദിക ഘടകത്തോടും സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന് പ്രത്യാശയോടെ എതിർക്കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അകന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായിട്ടും ദിവ്യ ഉപദേശത്താൽ രൂപപ്പെട്ടതായിട്ടും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ
കർത്താവിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർത്ത നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയിൽ ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരാൽ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുവേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയോട് മാത്രമേ എൻ്റെ ആത്മാവ് സമർപ്പിക്കൂ. അവിടെ
സംരക്ഷകനെ അങ്ങയുടെ അകലമായ തിരുടുക നയിക്കുന്ന അവരുടെ നാവുകളെ വാക്കുകളെ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തെ മഹനീയത പ്രദർശിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ മാറ്റുകയും പരിശുദ്ധമാക്കുകയും ചെയ്യുന്നത് അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമാകട്ടെ. അവരുടെ ശുശ്രൂഷ നൽകുന്നവർ ആശ്വാസവും പരമത്തെ സൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. രാജ്യമായ വൈദ്യുതിയെ പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിന്റെ ഈ കൂദാശ ഞങ്ങളെ ദിവ്യ സ്നേഹത്താൽ തീക്ഷ്ണത ഉള്ളവരാകട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കുവാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആരെങ്കിലും പേര് ചേർക്കുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേരുകളിൽ ചേർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നമ്മയുടെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു.